ഹായ് കൂട്ടുകാരെ, പരിസര പഠനത്തിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേരി ടീച്ചർ. മക്കളെ, കാട്ടിലെ കൂട്ടുകാരെ നിങ്ങൾക്കിഷ്ടമാണല്ലോ അല്ലേ? നിങ്ങൾക്കിഷ്ടപ്പെട്ട കുറച്ച് കൂട്ടുകാരെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായല്ലോ. ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള കുറച്ച് കൂട്ടുകാർ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? അവിടെ നോക്കൂ, എന്താ എഴുതിയിരിക്കുന്നത്? കുഴിയാന മുതൽ കൊമ്പനാന വരെ. എത്ര ജീവികളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് അല്ലേ? ആ ചിത്രം നോക്കിക്കേ മക്കളെ. അതിലേറ്റവും വലുതാരാ? അവനൊരു പേരുണ്ട് കേട്ടോ, കിട്ടനാന. അവനെന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? കാട്ടിൽ അമ്മയോടൊപ്പമുള്ള ജീവിതം എന്ത് രസമായിരുന്നു. അമ്മയ്ക്കൊപ്പം സവാരിക്കിറങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന ചിന്നുമുയലും സുന്ദരിമാനും കേളക്കുറുക്കനും, അങ്ങനെ എത്ര കൂട്ടുകാർ. എന്നെ കാണുമ്പോൾ കിന്നാരം പറയുന്ന മിന്നുത്തത്തയും മിന്നിപ്പൂമ്പാറ്റയും പപ്പുക്കരടിയുമൊക്കെ എന്ത് ചെയ്യുകയായിരിക്കും? ഹോ, അവരെ കണ്ടെങ്കിൽ ഇതുപോലെ കളിക്കാമായിരുന്നു. മക്കളെ, കിട്ടൻ പറഞ്ഞത് കേട്ടല്ലോ.
ആരെല്ലാമായിരിക്കും എൻ്റെ കൂട്ടുകാർ? ഒന്ന് എഴുതി നോക്കിക്കേ. മക്കളെ, എല്ലാവരും കിട്ടനാനയുടെ കൂട്ടുകാരുടെ പേരുകൾ എഴുതിയോ? ടീച്ചർ ഒരു ചിത്രം കാണിക്കാം. ചിത്രത്തിൽ നോക്കി നിങ്ങളെല്ലാവരും എഴുതിയ പേരുകൾ ശരിയാണോ എന്ന് പരിശോധിക്കണേ. ഇല്ലാത്ത കൂട്ടുകാരുടെ പേരുകൾ എന്താ ചെയ്യുക? ബുക്കിലേക്ക് എഴുതി ചേർക്കാനും മറക്കല്ലേ. ഇവിടെ നോക്കിക്കോളൂ. കണ്ടോ? മരക്കൊമ്പിലും മരച്ചുവട്ടിലും കുളത്തിൻ്റെ കരയിലും കുളത്തിലുമൊക്കെയായി എത്ര കൂട്ടുകാരാ അല്ലേ? ഇവരിൽ ചില കൂട്ടുകാരൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടല്ലോ. അവരാരൊക്കെയാണെന്ന് ഒന്ന് എഴുതി നോക്കൂ. എല്ലാവരും എഴുതിയല്ലോ. ഒന്ന് വായിച്ചേ. ആരൊക്കെയാ? പശുവുണ്ട്, ആട്, പിന്നെ കോഴി, താറാവ്, കുളത്തിലൊരു കൂട്ടുകാരനുണ്ടല്ലോ, മീന്, തത്ത, മുയൽ. ഇത്ര തന്നെയാണോ നിങ്ങൾക്കും കിട്ടിയത്? മക്കളെ, ഈ ജീവികളെയൊക്കെ എന്തിനാ നമ്മുടെ വീടുകളിൽ വളർത്തുന്നത്? അവരെയും കൊണ്ട് എന്ത് ഉപകാരമാണ് നമുക്കുള്ളത്? മോള് പറഞ്ഞേ. നമ്മുടെ വീട്ടിൽ പശു ഉണ്ടല്ലോ. പശു പാൽ തരുന്നു. പശുവിൻ്റെ ചാണകവും മൂത്രവും വളമായിട്ടും നമ്മൾ ഉപയോഗിക്കാറില്ലേ? മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി ചില പക്ഷികളെയൊക്കെ വീട്ടിൽ വളർത്താറുണ്ടല്ലോ. കൂട്ടുകാർക്കറിയാം അതാരൊക്കെയാണെന്ന്. പേര് പറഞ്ഞു നോക്കൂ. കോഴിയും താറാവും. കൗതുകത്തിനു വേണ്ടി വളർത്തുന്ന ചില കൂട്ടുകാരൊക്കെ നമ്മുടെ വീടുകളിലുണ്ട്. അവരാരൊക്കെയാ? എല്ലാവർക്കും അറിയാമല്ലേ? മോളെന്താ പറഞ്ഞേ? തത്ത. മോളുടെ വീട്ടിൽ തത്തയുണ്ടല്ലേ? മോനോ? മോൻ്റെ വീട്ടിലും മുയലുണ്ട്. ടീച്ചറിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പട്ടിയുണ്ട്, ഒരു പൂച്ചയുണ്ട്. പക്ഷേ ആ പട്ടിയും പൂച്ചയും ചില ഉപകാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് അല്ലേ? ചില വീടുകളിൽ പ്രാവിനെ കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ നമ്മൾ മീനുകളെ വളർത്തുന്നതും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കൗതുകത്തിന് വേണ്ടി വളർത്തുന്നതാണ് അല്ലേ? നേരത്തെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കൂട്ടുകാരുടെ പേരുകളൊക്കെ ലിസ്റ്റ് ചെയ്തത് കയ്യിലുണ്ടല്ലോ. ആരൊക്കെയായിരുന്നു? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഉറക്കെ പറഞ്ഞോളൂ. ആരൊക്കെയാ? പശു, പിന്നെ ആട്, കോഴി, താറാവ്, തത്ത, മുയൽ, മീൻ. ഇത്രയാണല്ലോ നമുക്ക് കിട്ടിയത്. ഇവരെ ഒന്ന് പട്ടികപ്പെടുത്തുകയാണെങ്കിൽ ഏതൊക്കെ കോളങ്ങളിൽ നമ്മൾ ഇവരെ ക്രമീകരിക്കും? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെയാണ് ഇവരെ പട്ടികപ്പെടുത്തുന്നത്? പശുവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കോഴി എഴുതാൻ പറ്റുമോ? മക്കളെ, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് പശുവിനെയും ആടിനെയും നമ്മളിങ്ങോട്ട് മാറ്റി നിർത്തി. അങ്ങനെയെങ്കിൽ ഇവരെ എഴുതുന്ന കോളത്തിൻ്റെ മുകളിൽ നമുക്കൊരു ഹെഡിങ് കൊടുക്കണമല്ലോ, വേണ്ടേ? എന്താ എഴുതുക? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പശുവിനെ ആടിനെയൊക്കെ വീടുകളിൽ വളർത്തുന്നത്? എന്തിനു വേണ്ടിയാ? പാലിന് വേണ്ടിയല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തെ കോളത്തിൻ്റെ മുകളിൽ പാലിനു വേണ്ടി വളർത്തുന്ന ജീവികൾ എന്ന് എഴുതാൻ കഴിയും അല്ലേ? അങ്ങനെയെങ്കിൽ കോഴിക്കും താറാവിനും നമ്മൾ എന്ത് ഹെഡിങ് കൊടുക്കും? ഉറക്കെ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? മുട്ടയ്ക്ക് വേണ്ടി. ശരിയാണ്. കോഴിയുടെ മുട്ടയും താറാവിൻ്റെ മുട്ടയും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറുണ്ടല്ലേ? നല്ല രുചിയല്ലേ കഴിക്കാൻ? എങ്കിൽ മാംസത്തിന് വേണ്ടി ചില കൂട്ടുകാരെയൊക്കെ വളർത്താറുണ്ടല്ലോ. അവരാരൊക്കെയാ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മക്കളെ, നമ്മുടെ ഈ പട്ടികയിൽ വരാത്ത, ഈ കോളങ്ങളിൽ വരാത്ത ചില കൂട്ടുകാർ മാറി നിൽപ്പുണ്ടല്ലോ. മക്കളെ, ഇവിടെ നോക്കിക്കേ. എത്ര കോളങ്ങളാണ് ഉള്ളത്? ഓരോ കോളത്തിലും എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്കിക്കേ. ഒന്നാമത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുക? പാലിനു വേണ്ടി വളർത്തുന്നവ, ഫോർ മിൽക്ക്. രണ്ടാമത്തെ കോളത്തിലോ? മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവ, ഫോർ എഗ്. മൂന്നാമത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്?
മാംസത്തിന് വേണ്ടി വളർത്തുന്നവ, ഫോർ മീറ്റ്. എങ്കിൽ നാലാമത്തെ കോളത്തിലോ? കൗതുകത്തിന് വേണ്ടി വളർത്തുന്നവ, ആസ് പെറ്റ്. ഇനി മക്കളുമാരെന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടല്ലോ. ആ ലിസ്റ്റിൽ നിന്ന് ആരൊക്കെയാണ് ഓരോ കോളത്തിലും വരേണ്ടതെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചു ഇല്ലേ? അവ ഒന്നുകൂടി നമ്മുടെ കോളങ്ങളിലേക്ക് ക്രമീകരിച്ച് എഴുതണം. എല്ലാ കൂട്ടുകാരും ചെയ്യില്ലേ? മക്കളെ, നമ്മൾ അവസാനം പട്ടികപ്പെടുത്തിയ ഒരു കൂട്ടരുണ്ടല്ലോ. ആരൊക്കെയത്? കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന കൂട്ടുകാർ. അവരെയൊക്കെ നമ്മൾ വളരെ സ്നേഹിച്ച് ഓമനിച്ച് തലോലിച്ചല്ലേ വളർത്താറുള്ളത്. അവരെയൊക്കെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ല അല്ലേ? മനുഷ്യൻ്റെ അറിഞ്ഞോ അറിയാതെയുള്ള പ്രവർത്തികൾ മൂലം കാട്ടിലെ കൂട്ടുകാർ ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട്. കൂട്ടുകാർ കഴിഞ്ഞ ദിവസം കേട്ടതാ, ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരാനയ്ക്ക് സംഭവിച്ച വേദന നിങ്ങളെല്ലാവരും ടി വിയിലും പത്രത്തിലും ഒക്കെ കണ്ടു കാണും. ടീച്ചർ ആ ചിത്രം ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കിക്കേ. കൂട്ടുകാർ കണ്ടല്ലോ, പാവമല്ലേ? ഇതുപോലെ നമ്മുടെ കിട്ടനാനയുടെ കൂട്ടുകാർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. ചിത്രം നോക്കിക്കേ, കണ്ടോ? കിട്ടൻ്റെ കൂട്ടുകാരായ കുരങ്ങച്ചനും തത്തപ്പെണ്ണും. പാവം കുരങ്ങച്ചനല്ലേ, കാട്ടിലൊക്കെ ഓടിച്ചാടി നടന്ന് ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ കഴിച്ച് സന്തോഷത്തോടെ നടന്നിരുന്ന കുരങ്ങച്ചനെ വേട്ടക്കാരൻ എന്ത് ചെയ്തു? കഴുത്തിലൊരു ചങ്ങലയിട്ടു. അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്തൊരു ദുഃഖമോ അവൻ്റെ മുഖത്ത്. തത്തപ്പെണ്ണ് എന്താ പറയുന്നത്? ഒന്ന് ചിറകടിച്ച് പറക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. പാവം. മക്കളെ, കണ്ടില്ലേ നമ്മുടെ കിട്ടൻ്റെ കൂട്ടുകാരുടെ അനുഭവം? കിട്ടനാനയ്ക്ക് ഭയങ്കര ദേഷ്യമായി. അവൻ തീരുമാനിച്ചു പ്രതികരിക്കണം, ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവൂ. അവൻ ഓടിച്ചെന്ന് സിംഹരാജനോട് പരാതി പറഞ്ഞു. അങ്ങനെ കിട്ടനാനയുടെ നേതൃത്വത്തിൽ കാട്ടിൽ ഒരു വലിയ യോഗം വിളിച്ചുകൂട്ടി. എല്ലാ കൂട്ടുകാരും ഭയങ്കര സന്തോഷത്തോടുകൂടി യോഗത്തിൽ പങ്കെടുത്തു. അവർക്ക് എല്ലാവർക്കും ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. യോഗമൊക്കെ കഴിഞ്ഞ് എല്ലാ കൂട്ടുകാരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനായി ചെന്നപ്പോഴല്ലേ അറിയുന്നത് അവിടെ ഒരു പൊല്ലാപ്പ്. 2 കൗണ്ടറുകളിലായിട്ടാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കും 2 കൗണ്ടറുകളിൽ ഭക്ഷണം ക്രമീകരിച്ചത്? ആ കൂട്ടുകാർക്കറിയാം, എല്ലാവരും ഒരേ ആഹാരമല്ല കഴിക്കുന്നതെന്ന് അല്ലേ? മക്കളെ, ഈ ചിത്രം നോക്കിക്കേ, കണ്ടോ? കാട്ടിലെ കൂട്ടുകാരിങ്ങനെ വരിവരിയായി നിൽക്കുന്നത്. അവിടെ നോക്കൂ, 1ാമത്തെ കൗണ്ടറിൽ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഒന്ന് എഴുതി നോക്കിക്കേ. എല്ലാവരും എഴുതിയില്ലേ? അപ്പോൾ 2ാമത്തെ കൗണ്ടറിലോ? അവിടെയും ചില കൂട്ടുകാരൊക്കെ ഉണ്ട്. അതും എഴുതിയോ കൂട്ടുകാർ? വേറൊരു രസം നടന്നു അവിടെ. ചില മിടുക്കന്മാർ 1ാമത്തെ കൗണ്ടറിൽ നിന്നും ഭക്ഷണം വാങ്ങി 2ാമത്തെ കൗണ്ടറിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചു. കൊതിയന്മാരല്ലേ? അവരും അവിടെയുണ്ട്. ഇനി കൂട്ടുകാർ ഒന്നുകൂടെ നോക്കിക്കേ, 1ാമത്തെ കൗണ്ടറിൽ എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാവരും വായിച്ചോ? സസ്യാഹാരികൾ. ആ 2ാമത്തെ കൗണ്ടറിൽ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താ എഴുതിയിരിക്കുന്നത്? മാംസാഹാരികൾ. ശരിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യമേ 2 കൗണ്ടറിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച ചില കൊതിയന്മാരെ കണ്ടല്ലോ. അവരെ നമുക്ക് എന്തു പേര് വിളിക്കാം? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആർക്കെങ്കിലും അറിയുമോ? അവരാണ് മിശ്രാഹാരികൾ. എന്ന് പറഞ്ഞാൽ അവർ സസ്യാഹാരവും കഴിച്ചു മാംസാഹാരവും കഴിച്ചു. അല്ലേ കൂട്ടുകാരെ? നമുക്കിവിടെ 3 തരത്തിൽ ആഹാരം കഴിച്ച കൂട്ടുകാരെ കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതൊക്കെയാ? സസ്യാഹാരികൾ ഹെർബിവോറസ്, മാംസാഹാരികൾ കാർണിവോറസ്, മിശ്രാഹാരികൾ ഒമിനിവോറസ്. ശരിയല്ലേ മക്കളെ? ഹെർബിവോറസ്,
കാർണിവോറസ് ആൻഡ് ഒമിനിവോറസ്. ഇനി ഈ ബോർഡിലേക്ക് നോക്കിക്കേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ, എന്താ എഴുതിയിരിക്കുന്നതെന്ന്. മക്കളെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞല്ലോ. ടീച്ചർ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. ആഹാരരീതി അനുസരിച്ച് ജീവികളെ സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ എന്നിങ്ങനെ തരംതിരിക്കാം. സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ സസ്യാഹാരികൾ എന്നും മാംസാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെ മാംസാഹാരികൾ എന്നും രണ്ടു തരത്തിൽപ്പെട്ട ആഹാരവും കഴിക്കുന്ന ജീവികളെ മിശ്രാഹാരികളെന്നും പറയുന്നു. മക്കളെ, ജീവികളെ ആഹാരരീതിക്കനുസരിച്ച് തരംതിരിക്കുമ്പോൾ സസ്യാഹാരികളെ സസ്യഫുക് എന്നും മാംസാഹാരികളെ മാംസഫുക് എന്നും മിശ്രാഹാരികളെ മിശ്രഫുക് എന്നും വിളിക്കാറുണ്ട്. അതായത് ഹെർബിവോറസ്, കാർണിവോറസ്, ഒമിനിവോറസ്. മക്കളെ, എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഓരോ കോളങ്ങളിലും എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കൂ. സസ്യാഹാരികൾ, ഹെർബിവോറസ്. രണ്ടാമത്തെ കോളത്തിലോ മാംസാഹാരികൾ, കാർണിവോറസ്. അവസാനത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? മിശ്രാഹാരികൾ, ഒമിനിവോറസ്. മക്കളെ, നമ്മുടെ ഒന്നാമത്തെ കൗണ്ടറിൽ വന്ന കൂട്ടുകാരെ നമ്മൾ കണ്ടിരുന്നല്ലോ. അവരുടെ പേരുകൾ ഒന്നാമത്തെ സസ്യാഹാരികളുടെ കോളത്തിലും രണ്ടാമത്തെ കൗണ്ടറിൽ വന്ന കൂട്ടുകാരുടെ പേരുകൾ മാംസാഹാരികളുടെ കൂട്ടത്തിലും എഴുതണം. അപ്പോൾ ഒരു കോളം വെറുതെ ഇരിക്കുവാണല്ലോ. അവിടെ ആരുടെ പേരെഴുതും? രണ്ട് കൗണ്ടറിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിച്ച കൂട്ടുകാരുടെ പേരുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം. അവരെ മൂന്നാമത്തെ കോളത്തിലും എഴുതുമല്ലോ, അല്ലേ? മക്കളെ, നമ്മുടെ പാഠപുസ്തകത്തിലേ കുറച്ച് കൂട്ടുകാരല്ലേ ഓരോ കൗണ്ടറിലും വന്നിരിക്കുന്നത്. ഇവർ മാത്രമാണോ സസ്യാഹാരികളും മാംസാഹാരികളുമായിട്ടുള്ളവർ? ഒരുപാട് കൂട്ടുകാരില്ലേ? നമുക്ക് ചുറ്റും വിവിധ തരത്തിലുള്ള ആഹാരം കഴിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരാം, ഇതൊന്ന് കണ്ടു നോക്കണേ.
മക്കളെ, മാംസാഹാരികളും സസ്യാഹാരികളുമായ ഒത്തിരി കൂട്ടുകാർ അതിലുണ്ടായിരുന്നു അല്ലേ? ചില പക്ഷികളും വെള്ളത്തിലുള്ള ചില ജീവികളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവർക്കും വ്യത്യസ്തങ്ങളായ ആഹാര രീതികളാണ് ഉള്ളത്. മക്കളെ, നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു അല്ലേ? അവരുടെ ആഹാര രീതികൾ കൂടി അന്വേഷിച്ച് കണ്ടെത്തി ഈ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കണം. സംശയമുള്ളത് നിങ്ങളുടെ ടീച്ചറോടും ചോദിക്കണം കേട്ടോ. മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ശേഖരണ പുസ്തകമുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിയെ നിരീക്ഷിക്കണം. എന്നിട്ട് അവൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ശേഖരണ ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ നിരീക്ഷിക്കേണ്ടത്? ആ ജീവിയുടെ പേര്, അവൻ എവിടെ കാണപ്പെടുന്നു, എന്താഹാരമാണത് കഴിക്കുന്നത്, വീട്ടിൽ വളർത്തുന്നതാണെങ്കിൽ എന്ത് ഉപയോഗത്തിന് വേണ്ടി വളർത്തുന്നു, ഇത്തരം കാര്യങ്ങൾ കൂടി എഴുതി ശേഖരണ പുസ്തകത്തിൽ സൂക്ഷിക്കണം. പിന്നെ ആ ജീവിയുടെ ചിത്രം കൂട്ടുകാർക്ക് വരയ്ക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? ചിത്രം ഒട്ടിച്ചാലും മതിയാകും. മക്കളെ, ടീച്ചർ എന്ന് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായോ? എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്യണേ. കാട്ടിലെ കൂട്ടുകാരുടെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.